വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാതെയാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അന്നേരം അവരൊരു തട്ടുകടയിലേക്ക് കയറുന്നുണ്ട്. അന്നേരം അവിടെ ആണെങ്കിൽ ഓംലേറ്റാണ് പറയുന്നത്. അന്നേരം ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അന്നേരം അത് കൊണ്ടുവന്ന് പ്ലേറ്റിലേക്ക് വയ്ക്കുമ്പോൾ ശാലിനി ഇത് ഹാർട്ടിൻ്റെ ആ ഒരു അത് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഈ കാമുകന്മാർക്ക് ഹാർട്ട് കൈമാറാനായിട്ട് ഒരുക്കി കൊടുക്കുന്ന ഒരേ ഒരു മെഡിക്കൽ ഷോപ്പാണ് ഇത്, മെഡിക്കൽ തട്ടുകടയാണ് ഇതെന്നൊക്കെ ഇങ്ങനെ വിഷ്ണു അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇത് സ്പൂൺ വെച്ച് ഇങ്ങനെ ശാലിനി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഹൃദയം കൈമാറുന്ന ചടങ്ങാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ വിഷ്ണു അത് തിരിച്ച് ശാലിനിയുടെ വായിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ദേ എൻ്റെ ഈ ഹൃദയം തുടിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഹൃദയം തുടിക്കുന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പള്ളിയിൽ അച്ഛന്മാർ സംസാരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ സംസാരത്തിൽ പറയുന്നുണ്ട്, അതെ ഈ ഇരിപ്പിൽ ഞാനങ്ങ് തട്ടിപ്പോയാലും എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി ഇങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ ആ ഒരു അവസാനത്തെ ആ ഒരു സംസാരത്തിൽ ശാലിനിക്ക് ആകപ്പാടെ വിഷമം തോന്നുന്നുണ്ട്. വിഷ്ണുവിനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ വിഷ്ണു അതൊന്നും കാര്യമാക്കുന്നില്ല. വിഷ്ണു അങ്ങനെ തന്നെ പറഞ്ഞ് ശാലിനിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ സീനാണ് ഇങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷേ ഇനി ശാലിനി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശാലിനിക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ രാഘവൻ നായർ ചോദിച്ചിട്ട് പോലും വിഷ്ണുവിന് അത് പറയാനായിട്ട് കഴിഞ്ഞില്ല. ഇനി കമലനോ ആരെങ്കിലും വഴി ശാലിനി അറിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വിഷ്ണു ആണെങ്കിൽ താൻ മരിച്ചു പോകും, അസുഖം ചികിത്സിച്ചാൽ ഭേദമാകില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് വിഷ്ണുവിൻ്റെ ആ ഒരു പെരുമാറലും ഒക്കെ. താൻ ഇല്ലാതായാൽ കുടുംബം എങ്ങനെ പോകും, അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെ, അതിനു വേണ്ടിയിട്ടാണ് രോഹിത്തിനെ തന്നെ സത്യഭാമയുടെ കൂടെ നിർത്തുന്നതും പിന്നീട് ശാലിനി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിഷമമല്ല വിഷ്ണുവിനെ വിട്ടു പോകും എന്നുള്ള ഇതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ശാലിനിയുടെ കൂടെ നടക്കുന്നത്, ഒരു കുറവ് നികത്താനൊക്കെ വേണ്ടി. പക്ഷേ ഈ ഒരു വിഷ്ണുവിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് അതൊക്കെ അടുത്ത എപ്പിസോഡിൽ. പിന്നെ അബൂബക്കർ ആണെങ്കിൽ ഡാനിയെ വിഷ്ണുവിൻ്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരും എപ്പിസോഡുകളിലും കാണാം. ശിവൻ്റെ ബാക്കി എന്തൊക്കെയാവും എന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.